നമസ്കാരം. നമ്മളുടെ നാട്ടിലെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തികൾ രണ്ട് തട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തികൾക്ക് സന്തോഷമായിട്ടൊരു വാർത്തയാണ് ഞാൻ ആലോചിച്ചപ്പോഴേക്ക് മനസ്സിലായത്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ തന്നെ വിദ്യ അഭ്യാസമാണ്. അപ്പോൾ സ്കൂൾ മാഷുമാർ LKG UKG കോളേജ് അതിൻ്റെ മുകളിൽ അങ്ങനെ കുറേ തട്ടുകളുണ്ട്. ഏകദേശം 100-ൽ പരം തട്ടുകളുണ്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ തട്ടുകൾ. അപ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂൾ മാഷുമാർ വിചാരിക്കുന്നതും രക്ഷിതാക്കൾ വിചാരിക്കുന്നതും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂള് കോളേജ് LKG ഇതാണ് എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ഞാൻ പെർഫെക്റ്റായിട്ട് പറയുന്നു, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളോ കോളേജോ LKG UKG ഇതൊന്നും വിദ്യാഭ്യാസം ആണെന്ന് ഒരിക്കലും നമ്മൾ അതുമാത്രമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ പേര് തന്നെ വിദ്യ അഭ്യസിക്കുക. വിദ്യ പഠിക്കുന്നു, അത് അഭ്യസിക്കുന്നു. അപ്പോൾ ഇത് ക്വാളിറ്റി വന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇതിനെ കുറിച്ചിട്ട് പെട്ടെന്ന് വിശദീകരിക്കാം, കുറച്ച് ചോദ്യങ്ങളോടുകൂടി വിശദീകരിക്കാം. നിങ്ങൾ കാലത്തെണിച്ച് കുളിച്ച് ശരീരം വൃത്തിയാക്കി ഡ്രസ്സ് ചെയ്യുന്നത് ഒരു വിദ്യാഭ്യാസമാണ്. അത് നമ്മൾ പഠിച്ചത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതേപോലെ ഒരു സിഗരറ്റ് എടുത്ത് അത് കത്തിച്ച് വലിച്ച് പുക കളയുന്നത് ഒരു വിദ്യാഭ്യാസമാണ്. അതേപോലെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിക്കാർ വിത്ത് അതാത് മാസങ്ങളിൽ എടുത്ത് വെച്ച് അതാത് സമയം നോക്കി നമ്മൾ കുഴിച്ചിട്ട് അത് വിളവെടുക്കുന്നത് ഒരു വിദ്യാഭ്യാസമാണ്. പശു വളർത്തുന്ന ആൾക്കാർ പാല് കറന്ന് അതുകൊണ്ട് വിൽക്കുന്നതും പശുക്കൂട്ടിനെ പരിപാലിക്കുന്നതും വിദ്യാഭ്യാസമാണ്. അത് പഠിച്ചത് കൊണ്ടാണ് ചെയ്യാൻ സാധിക്കുന്നത്, അതിൻ്റെ മാച്ചെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടൽ കെട്ടുന്നു, അതിൽ ഇര കോർക്കുന്നു, അത് ഇടുന്നു, മീൻ അതിൽ കിട്ടുന്നു, അവനെടുക്കുന്നു. ഇതും വിദ്യാഭ്യാസമാണ്. അവൻ വിദ്യ ചെയ്യുന്നു, അത് അഭ്യസിക്കുന്നു, അതിലവൻ ഉപകാരം കിട്ടുന്നു. അതേമാതിരി ഒരു വർക്ക് ഷോപ്പ് തൊഴിലാളി വിദ്യ പഠിക്കുന്നു, അവനത് ഉപയോഗിക്കുന്നു, അതിലവൻ പണം സമ്പാദിക്കുന്നു. അതും ഒരു വിദ്യാഭ്യാസമാണ്. ഇപ്പോൾ ഒരു ആശാരിപ്പണി ആയിക്കോട്ടെ, അവൻ മരത്തിൻ്റെ വർക്ക് അവൻ ചെയ്യുന്നു, അവൻ്റെ ഉളിയെല്ലാം തേച്ച് മിനുക്കി ഉളിയിൽ പകുതി മരവും പകുതി ഇരുമ്പുമാക്കി അവൻ മരത്തിനെ കൊത്തി ഫിനിഷിങ് ആക്കി അതിനൊരു ഷേപ്പാക്കി എടുക്കുന്നതും വിദ്യാഭ്യാസം. അപ്പോൾ ഈ ലോകത്ത് പഠിച്ചിട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും വിദ്യാഭ്യാസമാണ്. ഒരിക്കലും ഒരു മേഷിൻ്റെയോ ടീച്ചറിൻ്റെയോ കുത്തക വാക്കല്ല വിദ്യാഭ്യാസം. ആർക്ക് സംശയം ഉണ്ടെങ്കിലും എൻ്റെ കയ്യിൽ നേരിട്ട് സംസാരിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇത് വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മുടെ നിഷ്കളങ്കരായ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. നിങ്ങൾ എവിടെ പോയാലും വിദ്യാഭ്യാസം ഇല്ല എന്ന് ധരിച്ചിട്ട് ഒരിക്കലും നിങ്ങളുടെ കുറവല്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മരിക്കുന്നത് വരെയും വിദ്യ പഠിക്കുന്നു, അത് അഭ്യസിക്കുന്നു. അത് എല്ലാവരുടെയും മുഴുവൻ പഠിച്ചവൻ ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. അതിനെക്കുറിച്ചിട്ടും വേണമെങ്കിൽ ഒരു വീഡിയോ ഇതാക്കി തരാം. മുഴുവൻ പഠിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പേരും അഡ്രസ്സും എൻ്റെ കയ്യിൽ വേണ്ടിയിട്ട് നേരിട്ട് സമ്മതിക്കാൻ സമാധാനത്തിൽ. നമ്മുടെ നിസ്സാര ചോദ്യങ്ങൾ, നമ്മൾ വിദ്യാഭ്യാസം ഇവരുടെ കൾച്ചറിൽ നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണല്ലോ. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെ ചോദ്യത്തിന് വിദ്യാഭ്യാസം ഉള്ളവരും മുഴുവൻ പഠിച്ചു എന്ന് ധരിക്കുന്നവരും ഉത്തരം പറയട്ടെ. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം സ്കൂളിൽ പോകാത്ത വിദ്യാഭ്യാസം എന്ന് പറയുന്ന വാക്ക് തന്നെ ഇനി ഞാൻ നിർത്തുകയാണ്. സ്കൂൾ കോളേജിൽ പോകാത്ത പാവങ്ങളായ കൂലിപ്പണിക്കാർ എന്ന് പറഞ്ഞാൽ വാർക്കപ്പണിക്കാർ ഇതുപോലെയുള്ള നിഷ്കളങ്കരായ സഹോദരന്മാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ അറിവ് പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.